ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم فشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولقد كرمنا بني آدم وحملناهم في البر والبحر ورزقناهم من الطيبات وفضلناهم على كثير ممن خلقنا تفضيلا. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരിമാരെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിക്കുന്ന നല്ല മനുഷ്യരായി തീരണേ എന്ന് സ്വന്തത്തോടും നിങ്ങളോടും വളരെ ശക്തമായ ഭാഷയിൽ ആദ്യമായി തന്നെ ഉപദേശിക്കുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. പരിശുദ്ധ ഇസ്ലാം മാനവികതയ്ക്ക് വലിയ സ്ഥാനം കൽപ്പിക്കുന്നു. മനുഷ്യനെ മനുഷ്യനായി കാണാൻ ജാതി മത ചിന്തകൾക്കതീതമായി ദർശനങ്ങൾക്കും ആദർശങ്ങൾക്കും വിശ്വാസങ്ങൾക്കും അപ്പുറത്ത് എല്ലാവരെയും പരസ്പരം സ്നേഹിക്കാൻ, പരസ്പരം ആദരിക്കാൻ ഇസ്ലാം പ്രേരിപ്പിക്കുന്നു. പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് വലഖദ് കറംന ബനി ആദം, മനുഷ്യരെ നാം ആദരിച്ചിരിക്കുന്നു. അള്ളാഹു പഠിപ്പിക്കുന്നത് മനുഷ്യരെ നാം ആദരിക്കുന്നു. ജാതി ചിന്തകൾക്ക്, ആശയത്തിനും ആദർശത്തിനും അപ്പുറത്ത് മനുഷ്യൻ എന്ന നിലയിൽ ഓരോ ആളുകളെയും അള്ളാഹു ആദരിക്കുന്നു എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും അത് അള്ളാഹു ആദരിക്കുന്നു എന്ന് പറയുമ്പോൾ മനുഷ്യരായ നാമും നമ്മുടെ സഹോദരങ്ങളെ, മറ്റുള്ളവരെ ആദരിക്കാൻ തീർത്തും കടപ്പെട്ടവരാണ്. അങ്ങനെയുള്ള മാനവികതയിൽ പരസ്പരം സ്നേഹിക്കുന്ന, ആദരിക്കുന്ന, മാനുഷികതയിൽ അധിഷ്ഠിതമായ ഒരു സാമൂഹ്യ വ്യവസ്ഥിതി രൂപപ്പെട്ടു വരണമെന്നാണ് ഇസ്ലാം ആഗ്രഹിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ സാഹചര്യം അനുകൂലമാകും. എന്ന് പറഞ്ഞാൽ പരസ്പരം സ്നേഹിക്കുവാനും ആശയങ്ങളും ആദർശങ്ങളും പരസ്പരം കൈമാറുവാനുമുള്ള ഒരു സാഹചര്യം ഇവിടെ സംജാതമാകുമെന്നർത്ഥം. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഇസ്ലാം സംവദിക്കുന്നത് ബുദ്ധിയോടാണ്, ഇസ്ലാം സംവദിക്കുന്നത് ചിന്തയോടാണ്. അങ്ങനെയുള്ള സമാധാനപരമായ ഒരു അന്തരീക്ഷമുണ്ടെങ്കിൽ മാത്രമേ ഇസ്ലാമിന് വേരോട്ടം ഉണ്ടാവുകയുള്ളൂ. കലുഷിതമായ, സംഘർഷഭരിതമായ ഒരു സാഹചര്യത്തിൽ ഒരിക്കലും ഇസ്ലാമിന് വേരോട്ടം ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ സമാധാനപരമായ ഒരു അന്തരീക്ഷം നമ്മുടെ നാട്ടിൽ ഉണ്ടാകുവാൻ ആവശ്യമായ എന്തൊക്കെ പ്രവർത്തനങ്ങൾ ആവശ്യമുണ്ടോ അതൊക്കെ വേണമെന്ന് ഇസ്ലാം നമ്മോട് കൽപ്പിക്കുകയാണ്. അതിൽ പ്രധാനപ്പെട്ടതാണ് ഞാൻ സൂചിപ്പിച്ച മാനുഷികത, മാനവികത. എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്ന, പരിഗണിക്കുന്ന ഒരു സാഹചര്യം. പ്രധാനമായും ഇസ്ലാമിനെ നമുക്കറിയാം, ഇസ്ലാമിനെ നമുക്ക് രണ്ടായി തിരിച്ചാൽ
അത് ഒന്ന് വിശ്വാസപരം, മറ്റൊന്ന് ആരാധനാപരം. രണ്ടും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. വിശ്വാസപരമായ മാനസിക തലത്തെ പരിഗണിച്ചുകൊണ്ടുള്ള ഇസ്ലാമിലെ ആശയങ്ങൾ, ഇസ്ലാമിലെ പാഠങ്ങൾ, അതുപോലെ തന്നെ ആരാധനാപരമായ വിഷയങ്ങൾ, ഈ രണ്ട് മേഖലകളും എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ഈ ഒരു മുഖം മറ്റുള്ളവരെ പരിഗണിക്കുന്ന, മാനുഷികതയെ, മാനവികതയെ പരിഗണിക്കുന്ന പാഠങ്ങൾ ഇസ്ലാമിൽ അങ്ങോളം ഇങ്ങോളം നമുക്ക് കാണുവാൻ സാധിക്കും. നമുക്കറിയാം, ഇസ്ലാമിന്റെ അടിത്തറ തന്നെ വിശ്വാസമാണ്. ഇസ്ലാമിന്റെ ഉറവിടവും അത് തന്നെയാണ്. വിശ്വാസം എന്ന് പറയുന്നത് അത് മനസ്സിൽ സ്വമേധയാ രൂപപ്പെടേണ്ടുന്ന ഒന്നാണ്. മറ്റു സാഹചര്യങ്ങൾ, ഒരു മനുഷ്യന്റെ പഠനവും അവന്റെ ചിന്തകളും അവന്റെ ആലോചനകളും അവന്റെ ഗവേഷണങ്ങളുമൊക്കെയാണ് പലപ്പോഴും ഒരു മനുഷ്യന്റെ വിശ്വാസം അവനിൽ രൂപപ്പെടുത്തുന്നത്. ആ വിശ്വാസം രൂപപ്പെടുത്താൻ ഞാൻ പറഞ്ഞു വരുന്നത്, വിശ്വാസം രൂപപ്പെടുത്തുന്നതിൽ പുറത്തു നിന്നുള്ള ഘടകങ്ങൾ പലതും സ്വാധീനിക്കുമെങ്കിലും ആത്യന്തികമായി ഒരു മനുഷ്യനിൽ വിശ്വാസം ഉണ്ടാകേണ്ടത് അവനിലൂടെ തന്നെയാണ്, അവനിൽ സ്വന്തം തന്നെയാണ് അത് രൂപപ്പെടേണ്ടത് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അധികാരത്തിന്റെ ശക്തിപ്രയോഗം കൊണ്ടോ അടിച്ചേൽപ്പിക്കൽ കൊണ്ടോ നിർബന്ധം കൊണ്ടോ ഒരിക്കലും ഒരു മനുഷ്യനിൽ വിശ്വാസം ഉണ്ടാക്കുക സാധ്യമല്ല. മാത്രമല്ല, പ്രവാചകന്മാരോട് പോലും പരിശുദ്ധ ഖുർആൻ നബിത്തങ്ങളോട് പോലും അങ്ങനെയാണ് കൽപ്പിച്ചിട്ടുള്ളത്. അബൂ ത്വാലിബിനെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കിണഞ്ഞു ശ്രമിക്കുന്ന പ്രവാചകർ തങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, പ്രവാചകരെ താങ്കൾ അങ്ങനെ മെനക്കെടേണ്ടതില്ല, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത. പ്രവാചകരെ താങ്കൾ ഉദ്ദേശിക്കുന്ന ആളുകളെ ദർശനത്തിലേക്ക് കൊണ്ടുവരാൻ, ഹിദായത്തിലേക്ക് കൊണ്ടുവരാൻ താങ്കൾക്ക് കഴിയില്ല. ഇന്നല്ലാഹ യഹ്ദീ മൻ യശാ വ യുളില്ലു മൻ യശാ. അല്ലാഹുവാണത് ചെയ്യേണ്ടവൻ, അല്ലാഹുവാണത് ചെയ്യേണ്ടവൻ എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും അല്ലാഹു, മനുഷ്യനെ മുഅ്മിനാക്കുന്നതും ഒരു മനുഷ്യനെ കാഫിറാക്കുന്നതും ഒക്കെ അല്ലാഹുവാണ് എന്ന് കേവലാർത്ഥത്തിൽ പറഞ്ഞ് തള്ളരുത് നാം. അങ്ങനെ മറ്റു പല പ്രശ്നങ്ങൾ വരും. അല്ലാഹുവാണത് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ മറ്റൊരായത്ത് കൂടി ഇതിന്റെ കൂടെ നാം ചേർത്ത് വായിക്കണം. അതാണ്, ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. സ്വയം മാറാതെ അല്ലാഹു ഒരുത്തനെയും മാറ്റുകയില്ല, ഒരു വിഭാഗത്തെയും മാറ്റുകയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഖുർആനിന്റെ ആശയം ഒരു മനുഷ്യൻ സ്വയമാണ് മാറേണ്ടത് എന്നുള്ളതാ. പ്രവാചകന്മാർക്ക് പോലും അത് സാധിച്ചില്ല എന്നുള്ളതാണ് സത്യം. ഇത് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ, പ്രവാചകന്മാരുടെ ഒക്കെ ചരിത്രം അങ്ങനെയാ. ഇഷ്ടപ്പെട്ട ആളുകളെ, സ്നേഹിക്കുന്ന ആളുകളെ, ഉദ്ദേശിക്കുന്ന ആളുകളെ മുഴുവൻ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ, ആ ദർശനത്തിലേക്ക് കൊണ്ടുവരാൻ, ആശയത്തിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചിട്ടില്ല. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ചരിത്രം, അദ്ദേഹം പിതാവിനോട് പറയുന്നത്, യാ അബത്ത്, പൊന്നുപ്പ, പ്രിയപ്പെട്ട പിതാവേ, ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈആ. കേൾക്കുകയോ കാണുകയോ അറിയുകയോ ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്ത ഈ ബിംബങ്ങളെ എന്തിനാണ് പ്രിയപ്പെട്ട പിതാവേ നിങ്ങൾ ആരാധിക്കുന്നത് എന്ന് സ്നേഹത്തോടുകൂടി, സന്തോഷത്തോടുകൂടി പിതാവിനോട് പറഞ്ഞപ്പോൾ, ആ പിതാവ് ദാഠ്യത്തോടുകൂടി ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് പറഞ്ഞത്, റാഗിബുൻ അൻത അൻ ആലിഹതി യാ ഇബ്രാഹിം, ഇബ്രാഹിമേ, നീ നിഷേധിക്കുകയാണോ ഈ മുമ്പ് നമ്മുടെ പ്രപിതാക്കന്മാരൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുള്ള ഈ ദൈവങ്ങളെയൊക്കെ നീ നിഷേധിക്കുകയാണോ? അല്ല, ഇല്ലം തൻതഹി ലഅർജുമന്നക വഹുജുർനി മലിയ. പിന്മാറിയിട്ടില്ലെങ്കിൽ നിന്നെ ഞാൻ ആട്ടിയോടിക്കുക തന്നെ ചെയ്യും. പിതാവിനെ ഹിദായത്തിലേക്ക് കൊണ്ടുവരാൻ ഇബ്രാഹിം അലൈഹിസ്സലാമിനും സാധിച്ചില്ല. നോക്കൂ നിങ്ങൾ, പിതാവിനെ ഹിദായത്തിലേക്ക് കൊണ്ടുവരാൻ ഇബ്രാഹിം അലൈഹിസ്സലാമിന് സാധിച്ചില്ല. അബൂ ത്വാലിബിനെ, സ്നേഹനിധിയായ ഇളയുപ്പയെ ഹിദായത്തിലേക്ക് കൊണ്ടുവരാൻ നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സാധിച്ചില്ല. ഒരുപാട് ചരിത്രങ്ങൾ രേഖപ്പെട്ട് കിടക്കുന്നു. എന്നിട്ടാ തീർന്നില്ല. അങ്ങനെയുള്ള ആളുകളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് അതും ഖുർആൻ തന്നെ പഠിപ്പിക്കുന്നു. ഇബ്രാഹിം അലൈഹിസ്സലാം എങ്ങനെയാണ്, ഞാൻ സ്വീകരിക്കില്ല മോനെ, നീ പിന്മാറിയിട്ടില്ലെങ്കിൽ ഞാൻ നിന്നെ ശിക്ഷിക്കുമെന്ന് പറഞ്ഞ പിതാവിനോട്, ആ പിതാവിനോട് ഇബ്രാഹിം അലൈഹിസ്സലാം എന്താ തിരിച്ചു പറഞ്ഞത്? സലാമുൻ അലൈക സഅസ്തഗ്ഫിറു ലക റബ്ബി ഇന്നഹു കാന ബി ഹഫിയ. പിതാവേ, താങ്കൾക്ക് സലാം, താങ്കൾക്ക് അള്ളാഹുവിന്റെ സമാധാനം ഉണ്ടാവട്ടെ. നോക്കൂ നിങ്ങൾ, ദഅവത്ത് നടത്തിയിട്ട് ഒരു മനുഷ്യനത് സ്വീകരിച്ചിട്ടില്ല എങ്കിൽ അതിന്റെ പേരിൽ ആ മനുഷ്യനോട് വെറുപ്പ് കാണിക്കേണ്ടതില്ല, ആ മനുഷ്യനോട് വിദ്വേഷം കാണിക്കേണ്ടതില്ല. ആശയപരമായ, ആദർശപരമായ വിഷയത്തിൽ നിങ്ങൾ അത്തരത്തിലുള്ള ഭൗതികാടിസ്ഥാനത്തിൽ വെറുപ്പ് കാണിക്കേണ്ടതില്ല എന്നുള്ളതിന്റെ കൃത്യമായ രേഖകളാണ് പ്രിയപ്പെട്ടവരെ ഇതൊക്കെ. സലാമുൻ അലൈക്, താങ്കൾക്ക് അള്ളാഹുവിന്റെ സമാധാനം ഉണ്ടാവട്ടെ.
താങ്കൾക്ക് രക്ഷയുണ്ടാവട്ടെ. എന്റെ റബ്ബിനോട് ഞാൻ താങ്കൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടാം. പരിശുദ്ധ ഖുർആനാണ് പ്രിയപ്പെട്ടവരെ. ഇന്നഹു കാന ബി ഹഫിയ്യ. എന്റെ റബ്ബ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്നോട് പ്രത്യേകം സ്നേഹമുള്ളവനാണ് പിതാവേ, അതുകൊണ്ട് ഞാൻ താങ്കൾക്ക് വേണ്ടി അള്ളാഹുവിനോട് പറയാം. ഇബ്രാഹിം അലൈഹിസ്സലാം തന്റെ പിതാവിനോട് പറയുകയാണ്. ഇതാണ് ഇസ്ലാമികമായ രീതി. പറയാനുള്ളത് കൃത്യമായി പറയുക, പറയാനുള്ളത് കൃത്യമായി പറയുക. കുത്തിച്ചെലുത്തലുകളില്ല, അവിടെ നിർബന്ധ ബുദ്ധിയില്ല. മാന്യമായ സ്വരത്തിൽ, മാന്യമായ ശബ്ദത്തിൽ മൂസ അലൈഹിസ്സലാമും സഹോദരൻ ഹാറൂൻ അലൈഹിസ്സലാമും കൂടി ഫിറഔന്റെ അടുക്കലേക്ക് പോവുകയാണ്. നമുക്കറിയാം ആരാണ് ഫിറഔൻ. ഞാനാണ് ലോകങ്ങളുടെ രക്ഷിതാവ് എന്ന് പറഞ്ഞ് അഹങ്കരിച്ച് നടന്നിരുന്ന ഫിറഔന്റെ അടുക്കലേക്ക് പോയിട്ട് അവരോട് പറയാൻ അള്ളാഹു പറയുന്നത് ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിനൻ, അവരോട് മാന്യമായി പറയണം. അവർ രണ്ടുപേരോടും ഫിറഔനിനോട് നിങ്ങൾ രണ്ടുപേരും പറയുന്നത് വളരെ മാന്യമായിട്ടാണ്. പേടികൊണ്ടല്ല, നിങ്ങളെ തല കൊയ്ത് കളയും, അങ്ങനെയല്ല. എന്താണ്? ലഅല്ലഹു യതദക്കറു ഔ യഖ്ശാ. ഫിറഔൻ സ്മരിക്കുകയും അള്ളാഹുവിനെ ഭയക്കുകയും ചെയ്തേക്കാം. ഞാൻ പറഞ്ഞു വരുന്നത്, ആശയത്തിന്റെ പേരിൽ, ആദർശത്തിന്റെ പേരിൽ പിണങ്ങി നിൽക്കേണ്ടതില്ല, വെറുപ്പ് പ്രകടിപ്പിക്കേണ്ടതില്ല, വിദ്വേഷം പ്രകടിപ്പിക്കേണ്ടതില്ല. അപ്പോൾ നിങ്ങൾ പാതകൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാനും വിശ്വാസത്തിന്റെ വഴിയിലേക്ക് സ്നേഹത്തോടെ ക്ഷണിക്കുവാനും മാത്രമേ നമുക്ക് അധികാരമുള്ളൂ. അതിൽ കുണ്ഠിതപ്പെടേണ്ട കാര്യമില്ല. നബി തങ്ങളോട് പരിശുദ്ധ ഖുർആൻ ഇൻ അൻത ഇല്ലാ നദീർ, താങ്കളൊരു മുന്നറിയിപ്പുകാരൻ മാത്രമാണ് എന്നുള്ളതാ. ആ ദൗത്യം ഏറ്റെടുത്ത് നടത്തുന്ന നമുക്കും ഇത് ബാധകമാണ്. ഒരു മുന്നറിയിപ്പുകാർ മാത്രമാണ് നാം. മറ്റുള്ളവരോട് കാര്യം പറഞ്ഞു കൊടുക്കണം, അതാണ് നമ്മുടെ ബാധ്യത. അവിശ്വാസികൾ എക്കാലത്തും ഉണ്ടാകും, എക്കാലത്തും അവിശ്വാസികൾ ഉണ്ടായിട്ടുണ്ട്. സൂറത്ത് യൂസുഫിലൂടെ പ്രവാചകരെ, താങ്കൾ എത്രയൊക്കെ ആഗ്രഹിച്ചാലും, താങ്കൾ എങ്ങനെയൊക്കെ മെനക്കെട്ടാലും, എത്രയൊക്കെ ആഗ്രഹിച്ചാലും ഈ ലോകത്ത് കൂടുതലും അവിശ്വാസികൾ തന്നെയാണ്. ബേജാറാവേണ്ടതില്ല. നമ്മൾ എത്ര കാലമായി പ്രവർത്തിക്കുന്നു, എത്ര കാലമായി ദഅവത്ത് നടത്തുന്നു, എത്ര കാലമായി നമ്മൾ തൗഹീദ് ജനങ്ങളോട് പറയുന്നു. എന്തേ ആളുകൾ വരാത്തത്? എന്തേ ആളുകൾ ഉൾക്കൊള്ളാത്തത്? നിരാശ വേണ്ട. പ്രവാചകനോട് പരിശുദ്ധ ഖുർആൻ പറയുന്നത് നിരാശയുടെ ആവശ്യമില്ല എന്നാണ്. യാതൊരു നിർബന്ധവുമില്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ. മതത്തിൽ നിർബന്ധ ബുദ്ധിയില്ല, കുത്തിച്ചെലുത്തലുകളില്ല, അധികാര പ്രയോഗമില്ല, ബലപ്രയോഗമില്ല. അത്തരത്തിലുള്ള ഒന്നും പരിശുദ്ധ ഇസ്ലാമിലില്ല. കാരണം ഇത് സംവദിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബുദ്ധിയോടാണ്, ആലോചനയോടാണ്, ചിന്തയോടാണ്. ശക്തിയോടല്ല, അധികാരത്തോടല്ല, സാമ്രാജ്യത്തോടല്ല, അങ്ങനെയല്ല. ബുദ്ധിയോടും ചിന്തയോടുമാണ് ഇസ്ലാം സംവദിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കുക. നിർബന്ധത്തിന് വഴങ്ങിക്കൊണ്ട് വിശ്വാസത്തിലേക്ക് വരികയാണെങ്കിൽ, ഒരു മനുഷ്യൻ വിശ്വസിക്കുകയാണെങ്കിൽ അത് യഥാർത്ഥ വിശ്വാസമായി തീരുകയില്ല. നമുക്കറിയാം ഇസ്ലാമിക ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ മുനാഫിഖുകൾ, ഇസ്ലാമിക ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ ഇസ്ലാമിൽ എക്കാലത്തും തലവേദനയായിട്ടുള്ള മുനാഫിഖുകൾ അതിയൊരു സാഹചര്യത്തിൽ ഇസ്ലാമിലേക്ക് വന്ന ആളുകളായിരുന്നു. എന്ന് പറഞ്ഞാൽ മക്ക മുഴുവൻ ഇസ്ലാമിലേക്ക് വന്നു. ഫതഹ് മക്കയോടുകൂടി മക്ക മുഴുവൻ ഇസ്ലാമിലേക്ക് വന്നു. മക്ക മുഴുവൻ ഇസ്ലാമിലേക്ക് വന്നപ്പോ വിശ്വാസം മനസ്സിലുറക്കാത്ത കുറെ ആളുകളും ആ കൂട്ടത്തിൽ, ഇനിയിപ്പോ മുസ്ലിം ആവാതെ ഇവിടെ ജീവിക്കാൻ കഴിയില്ല എന്ന് അവർ തെറ്റിദ്ധരിച്ചതിന്റെ പേരിൽ, അങ്ങനെയൊന്നുമില്ല കേട്ടോ, എന്ന് തെറ്റിദ്ധരിച്ചതിന്റെ പേരിൽ കുറെ ആളുകൾ ഇസ്ലാമിലേക്ക് വന്നു. നബി തങ്ങൾ വഫാത്തായ ഉടനെ അവർ കുഴപ്പം തുടങ്ങി. അവർ പറഞ്ഞു, ഞങ്ങൾ സക്കാത്ത് തരില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അവരോട് യുദ്ധം പ്രഖ്യാപിച്ചു. നോക്കൂ നിങ്ങൾ, അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, നമസ്കാരത്തിന്റെയും സക്കാത്തിന്റെയും ഇടയിൽ ആരെങ്കിലും അന്തരം കൽപ്പിച്ചാൽ, അത് വേണ്ട എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരോട് ഞാൻ യുദ്ധം ചെയ്യുമെന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു. അല്ലേ? ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ കൊലപാതകത്തിൽ അത് കലാശിച്ചു. അലി ഇബ്നു അബീ ത്വാലിബ് കൊല്ലപ്പെട്ടു. ആരാണ് കാരണക്കാർ? പ്രിയപ്പെട്ടവരെ, വിശ്വാസം മനസ്സിലുറക്കാത്ത കപടന്മാരുടെ പ്രവർത്തനങ്ങള്, കത്തുകളുടെ പേരിൽ, കുപ്രചരണങ്ങളുടെ പേരിൽ കപടന്മാരുടെ കൈകൾ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് കൊണ്ടാണ് ജമൽ യുദ്ധമുണ്ടായി, സിഫീൻ യുദ്ധമുണ്ടായി, ആയിരക്കണക്കിന് സഹാബികൾ കൊല്ലപ്പെട്ടു. നോക്കൂ നിങ്ങൾ, എങ്ങനെയാണ് വിശ്വാസം മനസ്സിലുറക്കാത്ത ആളുകൾ ഇസ്ലാമിലേക്ക് വന്നു. അവർ വിശ്വാസത്തിൽ, ഇസ്ലാമിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അപ്പോ ഇസ്ലാം മനസ്സുകളോടാണ് സംവദിക്കുന്നത്, ബുദ്ധിയോടാണ് സംവദിക്കുന്നത്. അപ്പം നിർബന്ധിച്ച് വിശ്വസിപ്പിക്കുക എന്നുള്ളത് ഒരിക്കലും മുസ്ലിങ്ങൾക്ക് അല്ലെങ്കിൽ ഇസ്ലാമികമായ ഒരു രീതിയല്ല. അങ്ങനെ ഉണ്ടാവുകയില്ല, ഉണ്ടാവാൻ പാടില്ല. ഇസ്ലാമിക ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ അങ്ങനെ കാണാൻ സാധിക്കും.
അൻആമിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത് നബിതങ്ങളുടെ ദൗത്യം എന്താണ് നബിതങ്ങളുടെ ദൗത്യം? വമാ ജഅൽനാക അലൈഹിം ഹഫീള, പ്രവാചകരെ താങ്കൾ അവരുടെ മേൽ ഒരു കാവൽക്കാരനൊന്നുമല്ല, താങ്കൾ അവരുടെ മേൽ കാവൽക്കാരനല്ല. താങ്കൾ പറഞ്ഞു കൊടുത്താൽ മതി. അവർ ഹിദായത്തിലേക്ക് വന്നിട്ടില്ലെങ്കിൽ അതിന്റെ പേരിൽ പ്രവാചകരെ താങ്കളെ ശിക്ഷിക്കുകയൊന്നുമില്ല. വമാ അൻത അലൈഹിം ബിവക്കീൽ, ആ രൂപത്തിലുള്ള ഒരു ഉത്തരവാദിത്തം അവരുടെ മേൽ താങ്കൾക്കൊട്ടില്ല താനും പ്രവാചകരെ എന്ന് പരിശുദ്ധ ഖുർആൻ പ്രവാചകരോട് പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഇസ്ലാം ആശയപ്രധാനമാണ്. ഇസ്ലാം സംവദിക്കുന്നത് മനസ്സുകളോടാണ്. സായുധ വിപ്ലവത്തിലൂടെ ഇസ്ലാം പ്രചരിച്ചിട്ടില്ല, പ്രചരിക്കുകയുമില്ല. അങ്ങനെയുണ്ടല്ലോ, സായുധ വിപ്ലവത്തിലൂടെയാണ് ഇസ്ലാം പ്രചരിച്ചത് എന്ന് പറയുന്നുണ്ട്. ഇസ്ലാമിലെ യുദ്ധങ്ങളുടെ, സമരങ്ങളുടെ ചരിത്രമെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ പ്രിയപ്പെട്ടവരെ നമുക്ക് കാണുവാൻ സാധിക്കും, ആശയ പ്രചരണത്തിന് വേണ്ടി, ആദർശ പ്രചരണത്തിന് വേണ്ടി ഒരു യുദ്ധം പോലും, ചെറിയൊരു സമരം പോലും ഇസ്ലാമിൽ നടന്നിട്ടില്ല. ബദറിന്റെയും മുഹദിന്റെയും ഹുനൈനിന്റെയും ഖന്തക്കിന്റെയും ഒക്കെ ചരിത്രമെടുത്ത് പരിശോധിച്ച് നോക്കുക. ആ യുദ്ധങ്ങളൊക്കെ നടന്നിട്ടുള്ളത് പലതും നിലനിൽപ്പിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ കരാർ ലംഘിച്ചതിന്റെ പേരിലാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാരണങ്ങൾ കൊണ്ടാണ് ഇസ്ലാമിക ചരിത്രത്തിലുള്ള വിപ്ലവങ്ങളൊക്കെ നടന്നിട്ടുള്ളത്. ഇസ്ലാമിക ചരിത്രത്തിലുള്ള യുദ്ധങ്ങൾക്ക് പലപ്പോഴും യുദ്ധങ്ങൾ എന്ന് തന്നെ പറയരുത്. കാരണം അത്രയും ചെറുതാണ്. ലോകത്ത് നടന്നിട്ടുള്ള കുരിശ് യുദ്ധങ്ങൾ പോലുള്ള യുദ്ധങ്ങൾ പരിശോധിച്ച് നോക്കുക, കലിംഗ യുദ്ധം പോലുള്ള യുദ്ധങ്ങൾ പരിശോധിക്കുക. ലക്ഷങ്ങളാണ് പ്രിയപ്പെട്ടവരെ കൊന്നു തള്ളിയത്, ലക്ഷങ്ങളാണ് കൊല്ലപ്പെട്ടത്. ലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ട സമരങ്ങള്, സായുധ വിപ്ലവങ്ങള് വലിയ യുദ്ധങ്ങൾ ചെറിയ യുദ്ധങ്ങളായി ചിത്രീകരിക്കുകയും, എന്നാലോ 15, 20, 30, 40 പേര് മാത്രം കൊല്ലപ്പെട്ട ചെറിയ ചെറിയ സമരങ്ങൾ വലിയ സായുധ പോരാട്ടങ്ങളായി ചിത്രീകരിക്കുകയും ചെയ്യുന്ന അവസ്ഥ നമ്മുടെ കൂട്ടത്തിലുണ്ട്. മാറ്റമുണ്ടാവണം. ഇസ്ലാമിക ചരിത്രത്തിന്റെ പശ്ചാത്തലം, ഇസ്ലാമിക യുദ്ധങ്ങളുടെ, സമരങ്ങളുടെ പശ്ചാത്തലം വിശദീകരിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കണമെന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കട്ടെ. അപ്പോ ഇഷ്ടമുള്ളവർക്ക് സ്വീകരിക്കാം, അതാണ് ഇസ്ലാം. ഇഷ്ടമുള്ളവർക്ക് സ്വീകരിക്കാം, അല്ലാത്ത ആളുകൾക്ക് ഒഴിവാക്കാം. ഖുലിൽ ഹഖ്ഖു മിർ റബ്ബിക്കും, പറയുക പ്രവാചകരെ, താങ്കളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള ആ ഹക്ക് പറഞ്ഞു കൊടുക്കുക. ഫമൻ ശാഅ ഫൽയുമിൻ വമൻ ശാഅ ഫൽയക്ഫുർ, വേണ്ടവൻ വിശ്വസിച്ചു കൊള്ളട്ടെ, വേണ്ട ആളുകൾ വിശ്വസിക്കട്ടെ, അല്ലാത്തവർ അവിശ്വസിച്ചു കൊള്ളട്ടെ. അപ്പോ നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്ന ഒരു ചിന്ത, ഇപ്പൊ ഖുർആൻ പറയുന്നത് വേണ്ടവർ വിശ്വസിച്ചോട്ടെ, അല്ലാത്ത ആളുകൾ ഒഴിവാക്കിക്കോട്ടെ, എല്ലാവരും സ്വർഗത്തിലാണ് എന്നാണോ? അല്ല, അങ്ങനെയല്ല. വേണ്ടവർ വിശ്വസിച്ചു കൊള്ളട്ടെ, അല്ലാത്തവർ അവിശ്വസിച്ചു കൊള്ളട്ടെ. അവിശ്വസിച്ച ആളുകൾക്ക് തീർച്ചയായും അവിശ്വസിച്ച ആളുകൾക്ക്, ലാലിമീങ്ങൾക്ക് ഞാൻ പരലോകത്ത് ഞാൻ ശിക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നരകമുണ്ട് ദുനിയാവില്. അവർ വിശ്വസിക്കാത്തതിന്റെ പേരിൽ ദുനിയാവിൽ ഈ ലോകത്ത് യാതൊരു വിധത്തിലുള്ള വെറുപ്പോ വിദ്വേഷമോ അവരോട് കാണിക്കേണ്ടതില്ല എന്നാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോ ഇതര ആദർശത്തിലുള്ള, ആശയത്തിലുള്ള ആളുകളോട്, മതത്തിലുള്ള ആളുകളോട് സ്നേഹത്തോടെ, സന്തോഷത്തോടെ പെരുമാറണമെന്ന ആശയമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഇസ്ലാമിന്റെ വിശ്വാസ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന്റെ തെളിവുകളാണ് ഇവയൊക്കെ. അപ്പോ വിശ്വാസപരമായി ഇസ്ലാം ആരെയും നിർബന്ധിക്കുന്നില്ല. ഇസ്ലാം ആരെയും, ഒരു മനുഷ്യനെയും വിശ്വാസപരമായി ഇസ്ലാം നിർബന്ധിക്കുന്നില്ല. വേണോ സ്വീകരിക്കാം, വേണ്ടേ ഒഴിവാക്കാം. ആരാധനാപരമായിട്ടോ നോക്കൂ നിങ്ങൾ, ആരാധനാ സ്വാതന്ത്ര്യവും ഇസ്ലാം നൽകുന്നു. ആരാധന എന്ന് പറയുന്നത്, ഇസ്ലാമിലെ ആരാധന നമുക്കറിയാം, അത് വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. ഏക ദൈവത്തിൽ അധിഷ്ഠിതമായ വിശ്വാസം, ബഹുദൈവങ്ങളെ നിരാകരിക്കുന്ന വിശ്വാസം, പ്രതിമകളെയും ബിംബങ്ങളെയും ഖബറുകളെയും കെട്ടിപ്പൊക്കുന്നതും അല്ലാത്തവയുമായ എല്ലാറ്റിനെയും നിഷേധിക്കുന്ന വിശ്വാസം, അതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയം. അതാണ് ഇസ്ലാമിന്റെ ആരാധനാപരമായ, അത്ര വിശ്വാസപരമായി എന്നാൽ ആരാധനാപരമായി ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. എന്നാൽ അങ്ങനെയുള്ള അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറയുന്നതോടൊപ്പം അല്ലാത്തവയെ ആരാധിക്കുന്ന ആളുകളെ നിങ്ങൾ യാതൊരു വിധത്തിലും അവരെ നിങ്ങൾ എന്ത് ചെയ്യണ്ട, പ്രയാസപ്പെടുത്തണ്ട, അവരെ നിങ്ങൾ ഭർഷിക്കണ്ട, അവരെ നിങ്ങൾ യാതൊരു വിധത്തിലും പ്രകോപിപ്പിക്കേണ്ടതില്ല എന്ന് പരിശുദ്ധ ഖുർആൻ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. വലാ തസുബ്ബുല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹ്, അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളെ, അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്നവരെ നിങ്ങൾ ചീത്ത പറയണ്ട. പരിശുദ്ധ ഖുർആൻ പറയുന്നു,
നിങ്ങൾ ചീത്ത പറയേണ്ട. എന്താ കാരണം? അവർ നിങ്ങളെയും അള്ളാഹുവിനെയും തിരിച്ചു, യാതൊരു വിവരവുമില്ലാതെ അവർ അള്ളാഹുവിനെയും തിരിച്ച് ചീത്ത പറയും. അപ്പൊ പലരും പറയാറുണ്ട്, അള്ളാഹുവിനെ തിരിച്ച് ചീത്ത പറയാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങോട്ട് പറയരുത് എന്ന് പറയുന്നത്. അള്ളാഹുവിനെ തിരിച്ച് ചീത്ത പറയാൻ പാടില്ല, അതിനു വേണ്ടിയാണ്. പക്ഷേ അതതിന്റെ ഒരു ഉപരിപ്ലവമായ വായന മാത്രമാണത്. അള്ളാഹുവിനെ തിരിച്ച് ചീത്ത പറഞ്ഞാൽ എന്താ പ്രശ്നം? അള്ളാഹുവിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അള്ളാഹുവിനെ കുറെ ആളുകൾ ചീത്ത പറഞ്ഞു, അള്ളാഹുവിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അള്ളാഹ് അങ്ങനെയാണ്, അള്ളാഹ് ഇങ്ങനെയാണ്, ഒന്നിനും കൊള്ളാത്തവനാണ് കുറെ ആളുകൾ പറഞ്ഞു. അള്ളാഹുവിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ലല്ലോ. അള്ളാഹുവിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്താ? അതിനപ്പുറത്താണ് അതിന്റെ ആശയം എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിനെ തിരിച്ച് ചീത്ത പറയുമ്പോൾ തിരിച്ചങ്ങോട്ട് പറയും, അപ്പൊ ഇങ്ങോട്ട് എന്തെങ്കിലും ചെയ്യും, തിരിച്ചങ്ങോട്ട് ചെയ്യും. വികാരം രംഗം കൈയടക്കും. നോക്കൂ നിങ്ങൾ, വികാരം രംഗം കൈയടക്കും. വർഗീയ സംഘട്ടനം ഉണ്ടാകും, വർഗീയ ലഹളയുണ്ടാകും, ആശയങ്ങൾ തമ്മിലുള്ള പോരാട്ടത്തിന് സംഘട്ടനത്തിന് അപ്പുറത്ത് സായുധ സംഘട്ടനം ഉണ്ടാകും, സായുധ വിപ്ലവം ഉണ്ടാകും. സായുധ വിപ്ലവം ഉണ്ടായാൽ സ്വാഭാവികമായും ആശയപ്രചരണം ഇല്ലാതാകും. അത് ഇസ്ലാം നിരുത്സാഹപ്പെടുത്തുന്നു. ശാന്തവും സമാധാനപരവുമായ ഒരന്തരീക്ഷം ഉണ്ടാകണം എന്നുള്ളതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയം. ഇതര മതസ്ഥർക്ക് ആരാധനാ സ്വാതന്ത്ര്യം സ്വന്തം പള്ളിയിൽ, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ അത്ഭുതവും പ്രിയപ്പെട്ടവരെ. നോക്കൂ നിങ്ങൾ, സഖീഫ് ഗോത്രത്തിലെ കുറെ ആളുകള്, വിഗ്രഹാരാധകന്മാരായ കുറെ ആളുകള് നബിതങ്ങളുടെ അടുക്കലേക്ക് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ വന്നു. ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചു, വിശദമായ ചർച്ചകളൊക്കെ നടത്തി. നമ്മൾ ഇൻഷാ അല്ലാഹ് പിന്നീട് ഒന്നുകൂടി ആലോചിച്ചിട്ട് വേണ്ട രൂപത്തിൽ കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു. രാത്രിയായി. അവർ ആരാധനയുടെ സമയമായപ്പോൾ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ആരാധനക്കുള്ള സൗകര്യം പള്ളിയിൽ ചെയ്തു കൊടുത്തു. സാദുൽ മആദിൽ എന്ന ബൃഹത്തായ ചരിത്ര ഗ്രന്ഥത്തിൽ ഈ കാര്യം വളരെ വിശദമായി പറയുന്നു. അപ്പൊ നിങ്ങൾ സ്വന്തം പള്ളിയിൽ ആരാധനക്ക് സൗകര്യം ചെയ്തു കൊടുക്കുകയാണ് മറ്റുള്ളവർക്ക്. ഈ ഒരു മാനവികത, ഈ ഒരു മാനുഷികത, അല്ലെങ്കിൽ ആ ഒരു തുറന്ന കാഴ്ചപ്പാട് നമുക്ക് നഷ്ടപ്പെട്ടു പോയി. മറ്റൊരു വിഭാഗം ആളുകള്, നജ്റാൻ എന്ന സ്ഥലത്തുള്ള കുറെ ആളുകൾ, നജ്റാൻ നമുക്കറിയാം, ഇന്നും നമുക്കറിയാവുന്ന സ്ഥലമാണ്. നജ്റാൻ എന്ന സ്ഥലത്തുള്ള കുറെ ആളുകൾ, ചില പാതിരിമാരും അനുയായികളും നബി തങ്ങളെ കാണാൻ വന്നു. വിശദമായ ചർച്ചകൾ നടത്തി. നജ്റാൻ എന്ന് പറയുന്നത് ക്രിസ്ത്യൻ ബെൽറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഒരുപാട് ക്രിസ്ത്യാനികൾ താമസിച്ചിരുന്ന, ക്രിസ്ത്യാനികൾക്ക് ഡോമിനേഷൻ ഉള്ള ഒരു സ്ഥലമായിരുന്നു നജ്റാൻ എന്ന് പറയുന്നത്. നജ്റാൻ എന്ന പേര് തന്നെ ആ നാടിന് വന്നിട്ടുള്ളത് നസ്രാനി അഥവാ ക്രിസ്ത്യാനി, അല്ലെങ്കിൽ ക്രിസ്ത്യൻ, അല്ലെങ്കിൽ നസ്രാനിയത്ത്, ക്രിസ്ത്യാനിറ്റി എന്നതിൽ നിന്നാണ്. അത് ലോപിച്ചാണ് നജ്റാൻ എന്ന പേരുണ്ടായത് എന്നാണ് ലിംഗ്വിസ്റ്റിക്സ് പറയുന്നത്, ഭാഷാശാസ്ത്രം പറയുന്നത്. അപ്പൊ അവിടെയുള്ള ഒരു ക്രിസ്ത്യൻ പാതിരിയും കുറെ ആളുകളും പ്രവാചകരുടെ അടുക്കിലേക്ക് വന്നു. വിശദമായ ചർച്ചകൾ നടത്തി, വാഗ്വാദങ്ങൾ നടന്നു, വാദപ്രതിവാദങ്ങൾ നടന്നു. ശാന്തമായ രൂപത്തിൽ കാര്യങ്ങൾ നബിതങ്ങൾ പറഞ്ഞു കൊടുത്തു. എല്ലാം കഴിഞ്ഞിട്ടും അദ്ദേഹം നബിതങ്ങളോട് അവർ പറഞ്ഞു, പ്രവാചകരെ, മുഹമ്മദേ, നിങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. മനസ്സിലാക്കണം, നിങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. നബിതങ്ങളോടാണ് പ്രിയപ്പെട്ടവരെ പറയുന്നത്. നബിതങ്ങൾ പറഞ്ഞിട്ടും ബോധ്യപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അതിനപ്പുറത്ത് മറ്റെന്തെങ്കിലും ഉണ്ടോ? നബിതങ്ങളോട് പറഞ്ഞു, പ്രവാചകരെ, പ്രവാചകരെന്നല്ല മുഹമ്മദേ, താങ്കൾ പറഞ്ഞത് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടില്ല, ഞങ്ങൾ തിരിച്ചു പോവുകയാണ്, രാത്രിയായല്ലോ, തിരിച്ചു പോകാൻ ബുദ്ധിമുട്ടുണ്ട്. നബിതങ്ങൾ പറഞ്ഞു, കുഴപ്പമില്ല, ഇവിടെ കിടന്നോളൂ, പള്ളിയിൽ കടന്നോളൂ. നബിതങ്ങൾ ഇത്രയും മണിക്കൂറുകളോളം പരസ്പരം സംസാരിച്ചിട്ടും ഇസ്ലാമിനെ കുറിച്ച് അനുകൂല കാഴ്ചപ്പാടില്ലാത്ത ആളുകളോട് നിങ്ങൾ ഈ പള്ളിയിൽ തന്നെ കടന്നോ, കുഴപ്പമില്ല, നാളെ പോയാൽ മതി. ഈ ഒരു കാഴ്ചപ്പാട് നോക്കൂ നിങ്ങൾ. ഇതര മതത്തിലുള്ള ആളുകളിൽ നിന്ന് സ്വന്തം ആരാധനാലയങ്ങളെ സംരക്ഷിക്കുവാൻ വേണ്ടി നാം കാവൽ നിൽക്കുന്നു, എല്ലാ ആളുകളും കാവൽ നിൽക്കുന്നു. എന്നാലോ നബിതങ്ങളുടെ ചരിത്രത്തിലോ ഇതര മതത്തിലുള്ള ആളുകൾക്ക് പള്ളിയിൽ താമസിക്കുവാനുള്ള സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുന്നു. ഇതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അപ്പോ ആശയപരമായ, ആദർശപരമായ എല്ലാ വൈജാത്യങ്ങളും നിലനിർത്തിക്കൊണ്ട് തന്നെ സഹകരിക്കാവുന്ന എല്ലാ മേഖലയിലും സഹകരിക്കണം എന്നുള്ളതാണ് ഇസ്ലാമികമായ കാഴ്ചപ്പാട്. എന്ന് പറഞ്ഞാൽ നമ്മൾ സാമൂഹ്യ ജീവിയാണ്. അത് പ്രകൃതിയുടെ, എല്ലാ മനുഷ്യരും അങ്ങനെയാണല്ലോ. മനുഷ്യർ മാത്രമല്ല, മനുഷ്യേതര ജന്തുക്കൾ പോലും സാമൂഹ്യ ജീവികളാണ്. സാമൂഹ്യ ജീവിയല്ലാത്ത വളരെ അപൂർവം സ്പീഷീസിനെ മാത്രമേ ലോകത്ത് കണ്ടെത്തിയിട്ടുള്ളൂ. ഒറ്റയാനായി ജീവിക്കുന്ന വളരെ അപൂർവം ജന്തുക്കൾ മാത്രമേ ലോകത്തുള്ളൂ. അപ്പോ ഏറ്റവും ഉന്നതമായ
ആ നിലവാരം പുലർത്തുന്ന ജന്തു എന്ന നിലയിൽ, ജീവി എന്ന നിലയിൽ മനുഷ്യൻ തീർച്ചയായും സാമൂഹ്യ വ്യവസ്ഥിതിയോടുകൂടി, എന്ന് പറഞ്ഞാൽ ലോകാരംഭം മുതൽ ഇങ്ങോട്ട് മനുഷ്യൻ അങ്ങനെയാണ് ജീവിച്ചു വന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ മേഖലകളിലും മനുഷ്യരോട് സഹകരിക്കണം എന്നാണ് ഇസ്ലാം. വിഭജന രേഖ തീർക്കലല്ല, എല്ലാ വിഷയങ്ങളിലും സ്നേഹത്തോടെ പ്രതീക്ഷയോടെ അവരെ സമീപിക്കുക, കൃത്യനിർവഹണം നടത്തുക. നബിതങ്ങളുടെ മക്ക ജീവിതം നമുക്കറിയാം. മക്ക ജീവിതകാലത്ത് നബിതങ്ങളുടെ ജീവിതം അങ്ങേയറ്റം ദുരിതപൂർണമായിരുന്നു. ഒരുപാട് പ്രയാസങ്ങളുണ്ടായി. ചുറ്റും ശത്രുക്കളാണ്. ഏത് രൂപത്തിലും പ്രവാചകനെ ഇല്ലായ്മ ചെയ്യാൻ ഓങ്ങി നിൽക്കുന്ന ശത്രുക്കൾ. ആ സമയത്ത് നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമുസ്ലിങ്ങളിൽ നിന്ന് വേറിട്ട് നിന്നില്ല. നന്മയിലും അതുപോലെ തന്നെ നീതിയിലും അവരോട് സഹായിച്ചു. ആദ്യത്തെ 10 വർഷം നബിതങ്ങൾ ജീവിച്ചത് അബൂ ത്വാലിബിന്റെ സംരക്ഷണത്തിലാണ്. അബൂ ത്വാലിബ് അമുസ്ലിമായിരുന്നു. ആ അബൂ ത്വാലിബിനെയാണ് നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ ഹിദായത്തിലേക്ക് കൊണ്ടുവരാൻ നോക്കിയപ്പോൾ പടച്ചവൻ പറഞ്ഞു, വേണ്ട മുഹമ്മദേ, കഴിയില്ല എന്ന്. നോക്കൂ നിങ്ങൾ, ആ അബൂ ത്വാലിബിന്റെ സംരക്ഷണത്തിലാണ് നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 10 വർഷത്തോളം ദഅവത്ത് നടത്തിയത്. ഇത് ഇസ്ലാമിക ചരിത്രം. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ. നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അനുയായികൾ എത്യോപ്യയിലേക്ക് നജാശി രാജാവിന്റെ അടുക്കലേക്ക് പറഞ്ഞയച്ചു. നജാശി രാജാവ് ക്രിസ്ത്യാനിയായിരുന്നു. അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് മുസ്ലിങ്ങൾ ചെന്ന് വിവരം പറഞ്ഞു, നമ്മളിങ്ങനെയാണ്, നാട്ടിൽ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ഇങ്ങനെ ഒരു ആശയത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ടാണ് നമുക്ക് പ്രയാസമുണ്ടായത്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഇവിടെ വിശ്വസിച്ചുകൊള്ളൂ, ഇവിടെ താമസിച്ചുകൊള്ളൂ, ഇവിടെ ദഅവത്ത് നടത്തിക്കൊള്ളൂ, നിങ്ങളുടെ സൗകര്യം പോലെ ജീവിച്ചുകൊള്ളൂ. ക്രിസ്ത്യാനിയായ ഒരു രാജാവ്. ഇതാണ് ഇസ്ലാമിക ചരിത്രം. അബൂലഹബ് നേരെ പിന്നിൽ ചെന്നോ? അബൂലഹബ് മുസ്ലിങ്ങള് എത്യോപ്യയിലേക്ക് പോയതിന്റെ തൊട്ടു പിന്നിൽ അബൂലഹബ് ചെന്നു. നജാശി രാജാവിന്റെ അടുക്കൽ ചെന്ന് മുസ്ലിങ്ങളെ കുറിച്ച് പല ആരോപണങ്ങളും പറഞ്ഞു. നജാശി രാജാവ് അവരുമായിട്ട് മുസ്ലിങ്ങളുമായി ചർച്ച നടത്തി. അതിൽ യാഥാർത്ഥ്യമില്ലെന്ന് മനസ്സിലാക്കി, കുഴപ്പമില്ല, നിങ്ങൾ ഇവിടെ താമസിച്ചോ. നോക്കൂ നിങ്ങൾ, ഇതാണ് ഇസ്ലാമിന്റെ ചരിത്രം. ഇങ്ങനെ സഹകരിക്കാവുന്ന എല്ലാ മേഖലകളിലും സഹകരിച്ചുകൊണ്ട്, സഹായം സ്വീകരിക്കാവുന്ന എല്ലാ മേഖലകളിൽ നിന്നും സഹായം സ്വീകരിച്ചുകൊണ്ട് വേണം നമ്മൾ മറ്റുള്ളവർക്കിടയിൽ ജീവിക്കാൻ എന്നാണ് സൂചിപ്പിക്കുന്നത്. നോക്കൂ നിങ്ങൾ, അത്ഭുതം തോന്നുകയാണ് പ്രിയപ്പെട്ടവരെ. പല ഘട്ടങ്ങളിലും ദഅവത്തിന് വേണ്ടി പോകുമ്പോൾ, വീടാന്തരം കയറി ഇറങ്ങുമ്പോൾ അത്ഭുതം തോന്നാറുണ്ട് നമുക്ക്. എന്താ, അമുസ്ലിങ്ങളുടെ വീടുകളിൽ ചെന്ന് ഇസ്ലാമിനെ കുറിച്ച് പരിചയപ്പെടുത്തുവാനുള്ള സാഹചര്യം ലോകത്ത് ഇവിടെയല്ലാതെ എവിടെയാണ് പ്രിയപ്പെട്ടവരെ ഉള്ളത്? നമ്മൾ പോകാറുണ്ട്. മുസ്ലിങ്ങളെ വീടുകളിൽ പോലും ചെന്ന് നമ്മൾ ഇസ്ലാമിനെ കുറിച്ച് പരിചയപ്പെടുത്താറുണ്ട്. നമ്മളിങ്ങനെ മുസ്ലിങ്ങളാണ്, ഇന്ന സ്ഥലത്ത് ഇന്ന സെന്ററിൽ നിന്ന് വരുന്നു, ഇന്നതാണ് നമ്മുടെ ആവശ്യം, ഇതാണ് നമ്മുടെ ആശയം. സ്നേഹത്തോടുകൂടി പറയുമ്പോൾ അത് കേൾക്കാനും അനുകൂലമായി പ്രതികരിക്കാനും, ചുരുങ്ങിയത് പരിശുദ്ധ ഖുർആനിന്റെ ട്രാൻസ്ലേഷൻ വാങ്ങി വീട്ടിൽ വെക്കാനും തയ്യാറാകുന്ന എത്രയെത്ര ആളുകള് ലോകത്ത് മറ്റെവിടെയാണുള്ളത് പ്രിയപ്പെട്ടവരെ? ചിന്തിക്കേണ്ടത് നമ്മള് മനസ്സിലാക്കണ്ടേ. സംഘർഷമുണ്ടായാൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടായാൽ ഇതിനുള്ള സൗകര്യങ്ങളൊക്കെ ഇല്ലാതാകും. നോക്കൂ നിങ്ങൾ, ഞാൻ പറഞ്ഞല്ലോ, സമാധാനപരമായ ഒരു അന്തരീക്ഷത്തിൽ മാത്രമേ ഇസ്ലാമിക ദഅവത്ത് പൂർണ്ണമാവുകയുള്ളൂ. നബിതങ്ങള് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ, ഇസ്ലാമിക ചരിത്രത്തിൽ ഇസ്ലാമിന്റെ വളർച്ചയിൽ വലിയൊരു പങ്ക് വഹിച്ച ഒരു സംഭവമായിരുന്നു നമ്മുടെ ഇസ്ലാമിക ചരിത്രത്തിൽ വളരെയേറെ പ്രാധാന്യമുണ്ടായിരുന്ന ഒരു സന്ധിയായിരുന്നു ഇസ്ലാമിക ഉണ്ടായിട്ടുള്ള ഒരു സന്ധി, അഖബ ഉടമ്പടി. ആ അഖബ ഉടമ്പടിയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ആ ഉടമ്പടിയിൽ ഏർപ്പെടുമ്പോൾ നബിതങ്ങളോട് സഹാബികളൊക്കെ ചോദിച്ചു, പ്രവാചകരെ, ഇത് നിങ്ങളുടെ സ്വന്തം ഇഷ്ടമനുസരിച്ചാണോ ചെയ്യുന്നത്? എങ്കിൽ ഞങ്ങൾ ഇതിന് കൂട്ടുനിൽക്കില്ല. നബിതങ്ങളോട് ഉമറിനെ പോലുള്ള ആളുകൾ നേരിട്ട് പറഞ്ഞു, പ്രവാചകരെ, ഇത് നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ചെയ്യുന്നതെങ്കിൽ ഞങ്ങൾ കൂട്ടുവെക്കില്ല. അള്ളാഹുവിന്റെ നിർദ്ദേശമുണ്ടെങ്കിലൊക്കെ ഞങ്ങൾ അംഗീകരിക്കാം. നബിതങ്ങൾ പറഞ്ഞു, അള്ളാഹുവിന്റെ നിർദ്ദേശമാണ്. എന്താണ് അതിലുള്ള 12 ഉടമ്പടികളിൽ ഓരോന്നും പ്രത്യക്ഷത്തിൽ മുസ്ലിങ്ങൾക്കെതിരായിരുന്നു എന്ന് തോന്നുന്നതാ. ഉദാഹരണത്തിന്, അമുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇസ്ലാമിലേക്ക് വന്നാൽ അവനെ സ്വീകരിക്കരുത്, തിരിച്ചയക്കണം. മനസ്സിലാക്കണം നമ്മള്. ഒരു മനുഷ്യൻ ഇസ്ലാമിലേക്ക് വന്ന് പ്രവാചകരുടെ അടുക്കലേക്ക് വന്നാൽ അവനെ സ്വീകരിക്കരുത്, തിരിച്ചയക്കണം. എന്നാൽ മുസ്ലിമായ ഒരു മനുഷ്യൻ അങ്ങോട്ട് പോയാലോ തിരിച്ചയക്കേണ്ടതില്ല, അവർക്ക് ഇങ്ങനെയുള്ള ഇതൊക്കെ നബിതങ്ങൾ അംഗീകരിച്ചു. എന്തിനു വേണ്ടിയാണെന്നറിയുമോ? അതിൽ ആ സന്ധികളിൽ ഒന്ന്, ഇത്ര വർഷം 10 വർഷം മുസ്ലിങ്ങളും മറ്റുള്ളവരുമായിട്ട് യാതൊരു വിധത്തിലുള്ള സംഘർഷവും പാടില്ല എന്നുള്ളതായിരുന്നു. യുദ്ധം പാടില്ല,
സംഘർഷം പാടില്ല, നിങ്ങൾക്ക് പ്രബോധനം നടത്താം. ആ ഒരു സാഹചര്യത്തിന് വേണ്ടിയാണ് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റുള്ള വിട്ടുവീഴ്ചകളെല്ലാം ചെയ്തത്. അതിന്റെ ഗുണമുണ്ടാവുകയും ചെയ്തു. ഇസ്ലാം ഏറ്റവും കൂടുതൽ വ്യാപിച്ച അടിസ്ഥാനപരമായ വളർച്ച ഇസ്ലാമിനുണ്ടായ ഒരു കാലഘട്ടം ആ ചുരുങ്ങിയ വർഷങ്ങളായിരുന്നു. മുസ്ലിങ്ങളായ ആളുകളെ തന്നെ അവർക്ക് തന്നെ ആ സന്ധി ലംഘിക്കേണ്ടി വന്നു, പിടിച്ചു നിൽക്കാൻ കഴിയാത്ത. കാരണം ഇസ്ലാം അത്രയും ആ വേഗത്തിലാണ് ആ കാലഘട്ടത്തിൽ വളർന്നത് എന്നുള്ളത് കൊണ്ട്. അപ്പൊ ഇങ്ങനെ ഏതൊക്കെ മേഖലകൾ പരിശോധിച്ചു നോക്കിയാലും സമാധാനപരമായ ഒരു അന്തരീക്ഷമാണ് ഇസ്ലാം ആഗ്രഹിക്കുന്നത്. അത് അതുപോലെ നിലനിർത്തണം എന്നുള്ളതാണ് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖും കൂടി ഹിജ്റ പോകുമ്പോൾ, മക്കയിലേക്ക് ഹിജ്റ പോകുമ്പോൾ അവരെ അനുഗമിച്ചിരുന്നത് അബ്ദുല്ലാഹി ഇബ്നു ഉറൈഖ എന്ന് പറയുന്ന ഒരു മുസ്ലിം. ഒന്ന് ഒറ്റുകൊടുക്കാമായിരുന്നില്ലേ? ചെയ്തില്ലല്ലോ. ആ ബന്ധമാണത്, ആ വ്യക്തിബന്ധമാണത്. ആ വ്യക്തിബന്ധം നിലനിർത്താൻ ഏത് ജാതിയിലും മതത്തിലും പെട്ട ആളുകളാണെങ്കിലും ആ ഒരു ബന്ധം നിലനിർത്താൻ നമുക്ക് സാധിക്കണം. ജാതി നോക്കിയിട്ട്, മതം നോക്കിയിട്ട്, വർണ്ണം നോക്കിയിട്ടല്ല പ്രിയപ്പെട്ടവരെ ബന്ധങ്ങൾ ഉണ്ടാക്കേണ്ടത്. നോക്കൂ നിങ്ങൾ, ഇങ്ങനെ നമുക്ക് ശ്രമിച്ചാൽ നമുക്ക് സാധിക്കും. യുദ്ധങ്ങൾ പോലും നോക്കൂ നിങ്ങൾ, ഉഹദ് യുദ്ധം, അതുപോലെ തന്നെ ഹുനൈൻ യുദ്ധം. ഹുനൈൻ യുദ്ധത്തിലും ഉഹദ് യുദ്ധത്തിലുമൊക്കെ അമുസ്ലിങ്ങളായ ആളുകൾ നബിതങ്ങളുടെ കൂടെ പങ്കെടുത്തിരുന്നു. അമുസ്ലിങ്ങളായ ആളുകൾ ഇസ്ലാമിക സൈന്യത്തോടൊപ്പം അമുസ്ലിങ്ങളോട് യുദ്ധം ചെയ്യാൻ വേണ്ടി പങ്കെടുത്തിരുന്നു. ഇസ്ലാമിക ചരിത്രമാണ് ഇത്. പ്രവാചകരുടെ അനുയായികളും അതുപോലെ അവരുടെ ജീവിതത്തിൽ പകർത്തി എന്നുള്ളതാണ്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ഓരോ ആളുകളും നോക്കൂ നിങ്ങൾ. ഉമർ ഇബ്നു ഖത്താബിന്റെ അവസാന കാലഘട്ടത്തിൽ അദ്ദേഹം ഒരു വസിയ്യത്ത് രേഖപ്പെടുത്തുകയുണ്ടായി. അദ്ദേഹം തന്റെ ആളുകളോട്, അനുയായികളോട് പറഞ്ഞത്, എന്റെ പിൻഗാമിയായി വരുന്ന ഖലീഫ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നില്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ആയിക്കോട്ടെ എന്ന് അബൂബക്കർ ഉമർ ഇബ്നു ഖത്താബ് സൂചിപ്പിച്ചു. പക്ഷേ അതല്ലാത്ത വേറെയും കുറച്ച് കാൻഡിഡേറ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഉറപ്പിച്ചു പറഞ്ഞില്ല. പകരം ഒരു സമിതിയെ രൂപീകരിച്ചു, 6 അംഗ സമിതി. അവരോട് അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ ജനങ്ങൾക്കിടയിൽ സർവേ നടത്തിയിട്ട്, ജനാധിപത്യമാണ് ഇസ്ലാം, ഏകാധിപത്യമല്ല, ജനാധിപത്യമാണ്. നിങ്ങൾ ജനങ്ങൾക്കിടയിൽ സർവേ നടത്തിയിട്ട് ഒരാളെ തെരഞ്ഞെടുക്കണം. നോക്കൂ നിങ്ങൾ, അവരോട് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, എന്റെ പിൻഗാമിയായി വരുന്ന ഖലീഫ ദിമ്മികളോട് നല്ല നിലയിൽ വർത്തിക്കണം. ദിമ്മികൾ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾക്കിടയിൽ സ്നേഹത്തോടെ ജീവിക്കുന്ന അമുസ്ലിങ്ങളായ ആളുകൾ. ഇന്ന് നമുക്കിടയിലുള്ള ആളുകളൊക്കെ മുസ്ലിങ്ങളോട് വ്യക്തമായി വെറുപ്പില്ലാത്ത, മുസ്ലിങ്ങളെ നശിപ്പിക്കാൻ നടക്കാത്ത എല്ലാ ആളുകളും ദിമ്മികളുടെ കൂട്ടത്തിൽ വരും. നമുക്കിടയിലുള്ള ബഹുഭൂരിപക്ഷം ആ മുസ്ലിങ്ങളും അങ്ങനെ തന്നെയാ. ആ ആളുകളോട് വളരെ നല്ല നിലയിൽ വർത്തിക്കണം. എന്നിട്ടോ അവർക്ക് സംരക്ഷണം നൽകണം. അവരോട് യുദ്ധം ചെയ്യാൻ വരുന്നവരോട് യുദ്ധം ചെയ്യണം. നോക്കൂ നിങ്ങൾ, ചരിത്രത്തിന്റെ തങ്കലിപികളിൽ രേഖപ്പെടുത്തപ്പെടേണ്ട വചനങ്ങളാണ് ഇതൊക്കെ. അമുസ്ലിമായ അയൽക്കാരനോട് യുദ്ധം ചെയ്യാൻ വരുന്നവരോട് നമ്മൾ യുദ്ധം ചെയ്യണം. അമുസ്ലിമായ ഒരു സഹോദരനെ, അയൽക്കാരനെ മുസ്ലിങ്ങളായ ആളുകൾ വന്ന് ബുദ്ധിമുട്ടിക്കുന്നുവെങ്കിൽ അവരെ നമ്മൾ തടയണം. ഇതാണ് ഇതിന്റെ ആശയം. ഈ രൂപത്തിൽ നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥിതി രൂപപ്പെടുത്താൻ നമുക്ക് സാധിച്ചാൽ നമുക്കിടയിൽ പ്രശ്നങ്ങളില്ല. ഇസ്ലാമിന്റെ മുഖം വളരെ വ്യക്തമായി, വളരെ ക്ലിയറായി മറ്റുള്ളവർക്ക് മുന്നിൽ കാണിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖവാത്ത്, ഉസീകും വഇയ്യായ സാനിയം ബിത്തഖ്വല്ലാഹ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ഇന്ത്യയുടെ, കേരളത്തിന്റെ ചരിത്രം പരിശോധിച്ചു നോക്കിയാലും ഇന്ത്യയിലെ, കേരളത്തിലെ മനുഷ്യർ ബഹുമത സമൂഹത്തിൽ ജീവിക്കുന്ന നാം പരസ്പരം സ്നേഹത്തിലും സന്തോഷത്തിലും കഴിഞ്ഞവരാണ്. ആർഷ ഭാരത സംസ്കാരം പരിശോധിച്ചു നോക്കിയാൽ അങ്ങോളം ഇങ്ങോളം മഹാഭാരത യുദ്ധമാണെങ്കിൽ ധർമ്മവും അധർമ്മവും തമ്മിലുള്ള യുദ്ധമാണ്. അപ്പോൾ നിങ്ങൾ ആ രൂപത്തിലുള്ള സംഘടനകളാണ്, അല്ലെങ്കിൽ പോരാട്ടങ്ങളാണ് അങ്ങോളം ഇങ്ങോളം നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൻ്റെ ആധുനിക രൂപം കേരള ചരിത്രം പരിശോധിച്ച് നോക്കുമ്പോൾ അതിൻ്റെ പൗരാണിക ചരിത്രം മുതൽ ഇങ്ങോട്ട്
പരിശോധിക്കുമ്പോൾ കേരളത്തിലേക്ക് വന്ന ആദ്യകാല പ്രബോധകന്മാർ മാലിക് ബിൻ ദീനാറിന്റെ നേതൃത്വത്തിൽ വന്ന 12 അംഗ സംഘം നിബിതങ്ങളുടെ കാലത്ത് എത്തിയോ ഇല്ലേ, അത് ചരിത്രകാരന്മാർ നടത്തേണ്ട ചർച്ചമാണ്. എന്ത് തന്നെയായാലും നബിതങ്ങളുടെ കാലത്ത് അല്ലെങ്കിൽ അതിന് തൊട്ട് അടുത്ത നൂറ്റാണ്ടിൽ എത്തിയെന്നുള്ളതിൽ തർക്കമില്ല. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇസ്ലാം പ്രചരിച്ചിട്ടുള്ളത് ഈ പറഞ്ഞ ആളുകളുടെ നേതൃത്വത്തിലാണ്. ഈ ആളുകൾക്ക് അതിനുള്ള സൗകര്യം ഇവിടെ ചെയ്തു കൊടുത്തത് ഇവിടെയുള്ള നല്ലവരായ അമുസ്ലിങ്ങളാണ്. അമുസ്ലിങ്ങളായ ആളുകളുടെ, ഹിന്ദുക്കളുടെ അല്ലെങ്കിൽ ആ ഒരു സംസ്കാരത്തിൽ ജീവിക്കുന്ന ആളുകളുടെ കീഴിലാണ് കേരളത്തിൽ ഇസ്ലാം മതം വളർന്നു വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവർ ഒരിക്കലും നമ്മുടെ ശത്രുക്കളല്ല, നമ്മൾ അവരുടെയും ശത്രുക്കളല്ല. പരസ്പരം സ്നേഹിക്കുവാനും പരസ്പരം കൊള്ളാനും കൊടുക്കാനും സ്വീകരിക്കുവാനുമുള്ള മനസ്സ് തീർച്ചയായും നമുക്കുണ്ടാവണം. അങ്ങോളം ഇങ്ങോളം കേരളത്തിന്റെ ചരിത്രം, കേരള ഗസറ്റ്, കേരളത്തിന്റെ ആധികാരിക ചരിത്ര രേഖകളിലൊന്നാണല്ലോ കേരള ഗസറ്റ്. കേരള ഗസറ്റ് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാവുന്ന ഒരു തിട്ടൂരമുണ്ട്. അത്ഭുതകരമായ ഒരു രാജശാസന. സാമൂതിരി രാജാവ് പറയുന്നത്, ഏതെങ്കിലും ഒരു അമുസ്ലിം കുഞ്ഞിനെ, മുക്കവ കുടുംബത്തിലുള്ള ഏതെങ്കിലും ഒരു കുഞ്ഞിനെ മുസ്ലിമാക്കി വളർത്തിയാൽ, ശ്രദ്ധിക്കണം, ഏതെങ്കിലും ഒരു അമുസ്ലിം കുഞ്ഞിനെ മുസ്ലിമാക്കി വളർത്തിയാൽ ആ കുഞ്ഞ് വളരുവാൻ ആവശ്യമായ എല്ലാ വിധത്തിലുള്ള ചെലവുകളും രാജഭണ്ഡാരത്തിൽ നിന്ന് നൽകുന്നതാണ്. സാമൂഹികമായ, രാഷ്ട്രീയമായ, സാമ്പത്തികമായ കാരണങ്ങൾ ഉണ്ടായിരിക്കാം ഈ തിട്ടൂരത്തിന്റെ പിന്നിൽ. എങ്കിൽ തന്നെയും ആ കാലഘട്ടത്തിലുള്ള മുസ്ലിങ്ങളും ഹിന്ദുക്കളും എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത മത ജാതികളിൽപ്പെട്ട ആളുകൾക്കിടയിൽ ഉണ്ടായിരുന്ന ആരോഗ്യകരമായ ബാന്ധവം തന്നെയാണ് അത് കാണിക്കുന്നത്. ഇങ്ങനെ കേരളത്തിന്റെ ചരിത്രം ഇതാണ്. അപ്പൊ ഈ ചരിത്രമൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് വേണം ആധുനിക ലോകത്ത് കേരളത്തിലുള്ള ഇതര സമൂഹത്തിലുള്ള സമുദായങ്ങളിലുള്ള ആളുകളോട് നാം ഇടപെടാൻ. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ മുസ്ലിം ലോകം ഭീഷണിയിലാണ്. ആധുനിക ലോകം, മുസ്ലിം ലോകം ഭീഷണിയിലാണ്. തീവ്രവാദത്തിന്റെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സമീപനമാണ് ലോകം മുഴുവൻ മുസ്ലിങ്ങളോട്. പ്രത്യേകിച്ച് നമ്മുടെ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമിക്കപ്പെട്ടതിന് ശേഷം ആ ആക്രമണത്തെക്കുറിച്ച് തന്നെ സംശയമുണ്ട്. അതാരാണ് ചെയ്തത് എന്നതിനെ കുറിച്ച് കൃത്യമായി ഇന്നും തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. പല ആളുകളും റോയിട്ടർ പോലുള്ള പത്രങ്ങളൊക്കെ വളരെ വ്യക്തമായി റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന, ജോലിയിൽ പ്രവേശിക്കേണ്ടിയിരുന്ന 1000-ഓളം ജൂതന്മാർ അന്ന് വേൾഡ് ട്രേഡ് സെന്ററിൽ ജോലിക്കെത്തിയിരുന്നില്ല. എവിടെ പോയി? അവർക്ക് മുൻകൂട്ടി വിവരം ലഭിച്ചിരുന്നു. എങ്ങനെ? അറിയില്ല. നോക്കൂ നിങ്ങൾ, ഇങ്ങനെയുള്ള പല സംശയങ്ങളും പല വിഭാഗങ്ങൾക്ക് നേരെയും തിരിഞ്ഞെങ്കിലും എല്ലാ വിരലുകളും മുസ്ലിങ്ങൾക്ക് നേരെ നീണ്ടോ? നിരപരാധിത്വം തെളിയിക്കാൻ മുസ്ലിങ്ങൾക്കൊട്ട് കഴിഞ്ഞതുമില്ല. ഫലമോ മുസ്ലിങ്ങൾ ആഗോളതലത്തിൽ തീവ്രവാദികളായി മാറി. ഈ അവസ്ഥ മാറണം. അതിനനുകൂലമായ പ്രവർത്തനങ്ങളാണ് പലപ്പോഴും നമ്മിൽ നിന്നുണ്ടാകുന്നതും. ഇത് മാറണം, ഈ അവസ്ഥ മാറണം. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ച ഒരായത്ത് ഇതിന് പരിഹാരമാണ്. വലാ തസ്തവിൽ ഹസനതു വല സയ്യിഅ, നന്മയും തിന്മയും ഒരിക്കലും സമമാവുകയില്ല. ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ, തിന്മയെ നിങ്ങൾ നന്മ കൊണ്ട് നേരിടണം. മനസ്സിൽ ഉറപ്പിക്കണം ഇത്. തിന്മയെ നിങ്ങൾ നന്മ കൊണ്ട് നേരിടണം. ഫഇദല്ലദി ബൈനക വബൈനഹു അദാവ കഅന്നഹു വലിയുൻ ഹമീം, എങ്കിൽ നിങ്ങളും ആരുമായിട്ടാണോ ശത്രുതയുള്ളത് അവർ നിങ്ങളുടെ ആത്മമിത്രമായി മാറും. ഇത് പരിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. ഇസ്ലാമിക ചരിത്രം അങ്ങനെയാണ്. നോക്കൂ നിങ്ങൾ, നബിത്തങ്ങളോട് അങ്ങേയറ്റം വെറുപ്പ് കാണിച്ച ആളുകളൊക്കെ ബദറിന്റെ സന്ദർഭത്തിൽ, വധമക്കയുടെ സമയങ്ങളിലൊക്കെ നബിത്തങ്ങൾ നിങ്ങൾ പോയിക്കാ, സ്വതന്ത്രരാണ് എന്ന് പറഞ്ഞ് വെറുതെ വിട്ട ആളുകളൊക്കെ പിന്നീട് ഇസ്ലാമിന്റെ നെടും തൂണുകളായി മാറി. ഇത് ചരിത്രമാണ്. അത് നമുക്കും ബാധകമാണ്, എല്ലാവർക്കും ബാധകമാണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഒരിക്കലും തെറ്റാൻ സാധ്യതയില്ല. ക്ഷമിക്കുക, പൊറുക്കുക. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. പടച്ചതമ്പുരാനെ, ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളും അറിഞ്ഞും അറിയാതെയും ചെയ്യുന്നവരാണ് തമ്പുരാനെ നാം. എല്ലാ തെറ്റുകളും കുറ്റങ്ങളും പുറത്തു തരണേ തമ്പുരാനെ. ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് തമ്പുരാനെ. എല്ലാവരുടെയും എല്ലാ പ്രശ്നങ്ങളും തീർത്തു കൊടുക്കണേ തമ്പുരാനെ. നമ്മുടെ ഒരു സഹോദരൻ, നമ്മുടെ MP ബഷീർ സാഹിബിന്റെ സഹോദരൻ അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സഹോദരന്റെ എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളും അള്ളാഹു തീർത്തു കൊടുക്കുമാറാവട്ടെ. അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് ശമനം നൽകുമാറാവട്ടെ. അദ്ദേഹത്തിന്റെ കുടുംബത്തിന് സ്ഥൈര്യം നൽകുമാറാവട്ടെ. ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ എല്ലാ തരത്തിലുള്ള സാഹചര്യങ്ങളും അദ്ദേഹത്തിന്റെ കുടുംബത്തിന് സർവശക്തനായ തമ്പുരാൻ ഒരുക്കി കൊടുക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്
إنك مجيب الدعوات فيا قاضي الحاجات ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا خير الدنيا وخير الآخرة واصرف عنا شر الدنيا وشر الآخرة آمين برحمتك يا أرحم الراحمين.